Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 13 നടക്കാൻ പോവാണ്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഓൾറെഡി 70 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട്. സോ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ KFC അസിസ്റ്റന്റിന് നമുക്ക് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വരാൻ പോകുന്ന പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 71 ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ചോദ്യം. ഇതാണ്: വിച്ച് ഈസ് ദി എക്സെപ്ഷൻ to the general rule taxation of previous years income during the assessment year? നമുക്കറിയാം ബേസിക്സ് ആണത്. സാധാരണ നമ്മുടെ റൂൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ലഭിക്കുന്ന ഇൻകത്തും അസസ്മെന്റ് ഇയറിൽ ടാക്സ് അടച്ചാൽ മതി, അതല്ലേ നമ്മുടെ ജനറൽ റൂൾ എന്ന് പറയുന്നത്. ബട്ട് അതിന് ചില എക്സംഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തുമേ ആ ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കേണ്ട കേസ് അല്ലേ, അതാണ് എക്സംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ കേസസ് ആണ് ഇതിൽ വരുന്നത്? ഇതാണ് ചോദ്യം. വിച്ച് ഈസ് ദി എക്സംഷൻ? ഓക്കെ, ജനറൽ റൂൾ ടാക്സേഷൻ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ഇൻകം ഡ്യൂറിങ് ദി അസസ്മെന്റ് ഇയർ. അതിൻ്റെ എക്സംഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. സോ നമ്പർ 1, ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിങ് ഇന്ത്യ ഡ്യൂറിങ് ദി കറണ്ട് അസസ്മെന്റ് ഇയർ. ഇന്ത്യ വിട്ടു പോകുന്നവര്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നവര്. ദെൻ ഇൻകം ഫ്രം പെൻഷൻ ഓഫ് എ റിട്ടയർഡ് എംപ്ലോയി. ദെൻ നമ്പർ 4, ബോത്ത് A and B. സോ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരേണ്ടത് ഏതൊക്കെയാണ് ജനറൽ റൂളിൽ പറഞ്ഞിട്ടുള്ള മെയിൻ 4 പോയിന്റ്സ് എന്നുള്ളതാണ്. നമ്പർ 1 എന്താ ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ വിട്ടു പോകുന്നവര് ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർ ആ ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തുമേ ആ ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. സോ അതാണ് ആദ്യം പറഞ്ഞിട്ടുള്ള എക്സംഷനിൽ നമ്പർ 1 കറക്റ്റ് ആണ്. നമ്പർ 2, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ല പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു, അതും ഇതിൽ വരുന്ന പോയിന്റ് ആണ്. പിന്നെ 2 കൂടി ഇല്ലേ, ഷിപ്പിംഗ് ബിസിനസ് ഉള്ളവര്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ അടുത്ത് എന്താ പറയുക, ആ ഇയറിൽ തന്നെ എൻ ചെയ്തിട്ടുള്ള ആ ബോഡീസിൻ്റെ ഇൻകത്തുമേ അവർ ആ ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കണം. കാരണം ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു 3-4 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഈ 2 പോയിന്റ് കറക്റ്റാണ്. സോ ആൻസർ വരാ ബോത്ത് A and B ആണ്. ഓക്കെ, ഓപ്ഷൻ D. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 72. Mr. A is an employee in textiles company at a salary of rupees 36,000 per month. Salary 36,000 per month ആണ്. He is a member of recognized provident fund to which he and his employer contribute 14% of his salary. അപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് RPFൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സാലറിയുടെ 14% ആണ് എംപ്ലോയറും എംപ്ലോയിയും. During the year, he was given a credit of rupees 10,000 as interest on the provident fund balance of rupees 1 lakh. 1 ലക്ഷം ഉണ്ടായിരുന്ന ബാലൻസും ഒരു 10,000 റുപ്പീസ് ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ടാക്സബിൾ എമൗണ്ട് ഓഫ് ആനുവൽ എക്രീഷൻ. അപ്പോൾ ഇതിൽ ടാക്സബിൾ എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് പോകേണ്ട കാര്യം എന്താ, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ എത്ര വരെയാണ് എക്സംഷൻ, എത്ര പെർസെൻറ്റിനേക്കാൾ കൂടിയാലാണ് ടാക്സ് വരിക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റുമേയും എത്ര പെർസെൻറ്റിനേക്കാൾ കൂടിയാലാണ് ടാക്സ് വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ടാണ് പോകണ്ടേ. അപ്പോൾ 12%-നേക്കാൾ കൂടുതൽ എംപ്ലോയർ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സസ് പെർസെൻറ്റേജുമേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ടാക്സബിൾ ആണ് അല്ലേ. എക്സസ് ഓഫ് 12% ആണ്, ഇവിടെ 14% ആണ്. അപ്പോൾ എക്സസ് 2%-മേ നമ്മൾ ടാക്സ് കൊടുക്കണം. അപ് ടു 12% ആണ് എക്സംഷൻ. ഇനി ഇൻട്രസ്റ്റ് എത്രയാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9.5% വരെയാണ് എക്സംഷൻ. അതിനേക്കാൾ കൂടുതൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ
പ്രൊവിഡൻറ്റ് ഫണ്ട് കേസിൽ സാലറി എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക് സാലറി പ്ലസ് DA പാർട്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇവിടെ ബേസിക് സാലറി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ സാലറി. അപ്പോൾ 36,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 4,32,000 അല്ലേ, ഒരു 4,32,000. ഓക്കെ, സോ 4,32,000. ഇനി ഇതിൽ 14% ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 432 14% എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്, 60,480 കോൺട്രിബ്യൂട്ട് ചെയ്തു. നമുക്കറിയാം അപ് ടു 12% വരെയാണ് എക്സംഷൻ. അപ്പോൾ 12% വരെയാണ് എക്സംഷൻ വരുന്നത്. അതിനേക്കാൾ കൂടിയ ടാക്സബിൾ ആണ്. അപ്പോൾ നമുക്ക് എക്സസ് 2%ആണ് ടാക്സ് ആക്ച്വലി വരാം. അപ്പോൾ 4,32,000 12% എത്രയാണെന്നുള്ളത് നോക്കാം. എത്ര വരും, 51,840 ആണ് ആക്ച്വലി 12% വരുന്നത്. ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വരുന്നത് ടാക്സ് കൊടുക്കണം. അപ്പോൾ 60,480 മൈനസ് 51,840 ആണ് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് വരാം അല്ലേ. എക്സസ് ആ 2%. അപ്പോൾ എത്രയും നോക്കാം, 60,480 മൈനസ് 51,840 എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്, 8,640. ഇതാണ് എക്സസ് 2%. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് 9.5% കൂടുതലുള്ള ടാക്സബിൾ. അപ്പോൾ 1 ലാഖിൻ്റെ 9.5% എന്ന് പറയുമ്പോൾ 9,500 ആണ് എന്താണ് എക്സംഷൻ. അത്ര വരെ എക്സംപ്റ്റഡ് ആണ്. അതിനേക്കാൾ കൂടുതൽ ഇവിടെ വന്നിട്ടുണ്ട്, 10,000 വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റുമേ എത്രയാ, 500 റുപ്പീസ് ടാക്സബിൾ ആണ്. 10,000 മൈനസ് 9,500 500 ടാക്സബിൾ ആണ്. അപ്പോൾ ടോട്ടൽ അക്രീഷൻ, ടോട്ടൽ ടാക്സബിൾ എമൗണ്ട് എത്ര വരും എന്നുള്ളത് നമുക്ക് നോക്കാം. സൈഡിൽ എഴുതുന്നുണ്ട്, 8,640 പ്ലസ് 500 9,140. ഇതാണ് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ക്ലാരിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 72. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 73. മിസ്റ്റർ Santosh resides in Kanpur. He gets a basic salary of rupees 2 lakh per annum. Dearness pay 1 lakh per annum. HRA 1,60,000 per annum. He pays rent of rupees 1,80,000 per annum. Determine the amount of HRA. HRA കാൽക്കുലേറ്റ് ചെയ്യുക വളരെ ഈസിയാണ്. HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ മൊത്തം കൺസെപ്റ്റ് എന്താ, ആക്ച്വൽ HRA റിസീവ്ഡിൽ നിന്ന് നമുക്ക് 3 പോയിന്റ്സ് നോക്കി ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യണം. ബാലൻസ് കിട്ടുന്നതാണ് ടാക്സബിൾ വരെ. എന്തൊക്കെയാണ് ആക്ച്വൽ HRAയിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ലിസ്റ്റിന്? നമ്പർ 1 ആക്ച്വൽ HRA റിസീവ്ഡ് തന്നെ. നമ്പർ 2 റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. നമ്പർ 3 മെട്രോപൊളിറ്റൻ ആണെങ്കിൽ 50%, അതല്ലാത്ത എല്ലാ സ്ഥലങ്ങൾക്കും 40% ഓഫ് സാലറി. ഇവിടെ കാൺപൂർ എന്ന് പറയുമ്പോൾ 40%. അപ്പോൾ ഈ 3 പോയിന്റ്സിൽ നിന്ന് ലീസ്റ്റ് എത്രയാണോ അത് ആക്ച്വൽ HRAയിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ടാക്സബിൾ വരാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സാലറി എന്ന് പറയണത് 2 ലാക്ക് പറഞ്ഞിട്ടുണ്ട്. HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സാലറി പ്ലസ് എന്താണ് DA ഇഫ് ടൈംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് ഓഫ് പ്രൊവൈഡഡ്. DP ആണെങ്കിൽ അത് പാർട്ട് ഓഫ് സാലറിയാണ്. അപ്പോൾ 2 ലാക്കിൻ്റെ കൂടെ 1 ലാക്ക് ആഡ് ചെയ്യണം. ദെൻ കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം ആണ്. അപ്പോൾ ഇവിടെ അതില്ല. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ എത്ര വരും, 2 ലാക്ക് പ്ലസ് 1 ലാക്ക് 3 ലാക്ക് റുപ്പീസ് ബിക്കോസ് ഡിയർനെസ് പേ ആണ് കേട്ടോ. ഡിയർനെസ് പേ പാർട്ട് ഓഫ് ദി എംപ്ലോയ്മെൻ്റ് ആണ്. സോ 3 ലാക്ക് റുപ്പീസ് ആണ് ഇവിടെ നമുക്ക് സാലറി വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ
ഇക്വേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ നമ്പർ 1 എന്ന് പറയണത് HR റിസീവ്ഡ് എത്രയാണെന്നുള്ള എഴുതി വയ്ക്കുക. നമ്പർ 1 HRA റിസീവ്ഡ് എത്രയാ? 1,60,000 rupees. ഇതിൽ നിന്ന് ഞാനിവിടെ തന്നെ എഴുതാൻ കേട്ടോ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ദെൻ ഇതിൽ നിന്ന് 3 പോയിൻറ്റ്സ് നമുക്ക് നോക്കി ലീസ്റ്റ് ഓഫ് ദി എമൗണ്ട് ആണ് എക്സംപ്റ്റഡ് ആയിട്ട് വരാം. അപ്പോൾ അതിലാദ്യത്തെ എന്താ? നമ്പർ 1 ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ HR റിസീവ്ഡ് തന്നെ, HRA 1,60. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. സോ റെന്റ് പെയ്ഡ് 1,80,000 ആണ്, മൈനസ് 10% ഓഫ് സാലറി 3,00,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 30,000. സോ റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി 1,50,000 വരും. ഇതാണ് സെക്കൻഡ് പോയിന്റ്. എന്ന് പറയുന്നത് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഓക്കെ, ഞാൻ എഴുതിയിട്ടില്ല, മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്ര വരും? 1,50,000 rupees വരും. ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 40% ഓഫ് സാലറിയാണ്. മെട്രോപൊളിറ്റൻ ഇല്ലാത്തതുകൊണ്ട് 40% ഓഫ് സാലറി. ഇപ്പോൾ 3,00,000ൻ്റെ 40% എന്ന് പറയുമ്പോൾ 1,20,000 വരും. ഓക്കെ. അപ്പോൾ ലീസ്റ്റ് എത്ര വരും? നമ്പർ 1 1,60,000, നമ്പർ 2 1,50,000, നമ്പർ 3 1,20,000. അപ്പോൾ ഇതിൽ ലീസ്റ്റ് എത്രയാ? 1,20,000 ആണ് ലീസ്റ്റ്. ഈ 1,20,000 1,60,000 ആയിട്ടുള്ള HRA ആക്ച്വലി റിസീവ്ഡിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് നമ്മുടെ ടാക്സബിൾ എമൗണ്ട്. അപ്പോൾ 1,60 HRA റിസീവ്ഡ് ആക്ച്വൽ മൈനസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് 1,20. സോ ബാലൻസ് 40,000 രൂപയാണ് ടാക്സബിൾ. സോ ക്വസ്റ്റ്യൻ നമ്പർ 73 ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഞാൻ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്, കട്ടക്കൂട്ടി വെച്ചിട്ടില്ല എന്ന് വിചാരിക്കണു, ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 74. In the case of let out house, the interest on loan deductible under section 24 taken for the purchase, construction or repair of the house property relating to the previous year is. അപ്പോൾ നമ്മൾ HP പഠിച്ചിട്ടുള്ളതാണ്. അണ്ടർ സെക്ഷൻ 24 പ്രകാരം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിമിറ്റാണ് ചോദിക്കുന്നത്. ഓക്കെ. ഇൻ കേസ് അണ്ടർ സെക്ഷൻ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയർ, ആദ്യം 2 lakh പറഞ്ഞിട്ട് പിന്നെ നോ ലിമിറ്റ്, പിന്നെ 30,000 നൺ ഓഫ് ദി അബോവ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ് ഔട്ട് ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഓക്യുപ്പൈഡ് ഉണ്ട്. സെൽഫ് ഓക്യുപ്പൈഡിന് മാക്സിമം 2 lakh. ദെൻ ചില കേസസിൽ അല്ലേ 30,000. ലെറ്റ് ഔട്ട് ആണെങ്കിൽ ദർ ഈസ് നോ ലിമിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രീവിയസ് ഇയറിലുള്ളത് എത്രയാണെങ്കിൽ അത് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും അണ്ടർ സെക്ഷൻ 24 പ്രകാരം. ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദർ ഈസ് നോ ലിമിറ്റ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 75. ഒരെണ്ണം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അലൗബിൾ ഡിഡക്ഷൻ വൈൽ കാൽക്കുലേറ്റിംഗ് PGBP? ഇതിൽ അലൗബിൾ ആയിട്ടുള്ളത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. PGBPയിൽ ഡിസലൗഡ് ഐറ്റത്തിനെ ആഡ് ബാക്ക് ചെയ്യണു അല്ലേ? അപ്പോൾ ഇതിൽ അലൗഡ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡിസലൗഡ് ആണ്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നത്. പേഴ്സണലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിസലൗഡ് ആണ്. വെൽത്തും ഡിസലൗഡ് ആണ്. എക്സൈസ് ഡ്യൂട്ടി റിലേറ്റഡ് വിത്ത് ബിസിനസ് ആണ്. ദിസ് ഇസ് അലൗഡ്. അപ്പോൾ അലൗബിൾ ഡിഡക്ഷൻ എക്സൈസ് ഡ്യൂട്ടി ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ നമ്മളിന്ന് ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 76 മുതലുള്ളതായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.